ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ വെച്ച് ചന്ദ്ര അർച്ചനയും ജെക്കയും തമ്മിൽ സംസാരിക്കുന്നത് കാണുകയാണ്. തന്റെ ആരാധികയാണെന്ന് പറഞ്ഞ് ഫോണിൽ ഗോപിക എന്ന് പേര് മാറ്റി വിളിച്ചത് ചിന്നു ആണെന്ന് ജെക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മനഃപൂർവ്വം ജെക്ക അത് അർച്ചനയോട് പറയാതെ മറച്ചു വെക്കുകയാണ്. അങ്ങനെ ചിന്നുവിന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വളരെ അതിയായ ആഗ്രഹം ജെക്കയ്ക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്, എനിക്കിന്ന് രാവിലെ ഒരു ആഗ്രഹം തോന്നി, ചിന്നുവിനൊരു ഗിഫ്റ്റ് കൊടുക്കണം. അർച്ചനയ്ക്ക് അതിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കതിലൊരു പ്രശ്നവുമില്ല, ജെക്കെ കൊടുത്തോളൂ, പക്ഷേ വിലപിടിപ്പുള്ളതൊന്നും വാങ്ങി കൊടുക്കണ്ട എന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. ജെക്കെ ശരിയെന്ന് പറഞ്ഞ് അമ്പലത്തിൽ വെച്ച് അവരങ്ങനെ പിരിയാണ്. ഇതെല്ലാം ചന്ദ്ര കേൾക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുവിന് അയാൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ട, ചിന്നുവിന് അങ്ങനെ ജെക്കെ ഗിഫ്റ്റ് കൊടുത്ത് നാളെ അത് അർച്ചനയ്ക്കും കൊടുക്കും. അങ്ങനെ ചിന്നുവിനെ മുൻനിർത്തിക്കൊണ്ട് അവർ കൂടുതൽ അടുക്കണ്ട എന്ന് ചന്ദ്ര അങ്ങനെ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. അതിനുശേഷം ചന്ദ്ര നേരെ മധുബാലയെ കാണാനായി പോവുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം മധുബാലയെ അറിയിക്കുകയാണ്. മധുബാല അപ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേച്ചിക്ക് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യായിരുന്നില്ലേ, രണ്ടുപേരും നാണം കേടുമായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അടുക്കാനുള്ള ഒരു ലൈസൻസ് ആവും അത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിന്നുവിനെ മുൻനിർത്തി വേണം കളിക്കാൻ. ചിന്നുവും ജെക്കയും തമ്മിൽ അടുക്കരുത്. ചിന്നുവിന് ജെക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് അത് കൊടുക്കാൻ പറ്റാതെ മറ്റെന്തെങ്കിലും കുഴപ്പത്തിലാവുന്ന ഒരു ഗിഫ്റ്റ് വേണം കൊടുക്കാൻ. അങ്ങനെയെങ്കിൽ ചിന്നുവിന് ജെക്കയോട് വെറുപ്പ് തോന്നും, അതോടെ ഈ ബന്ധം ഇവിടെ അവസാനിക്കുമെന്നൊക്കെ ചന്ദ്ര അങ്ങനെ മധുബാലയോട് പറയാണ്. അതിനുശേഷം ജെക്കയും അർച്ചനയും കൂടി ചിന്നുവിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. ഓട്ടോറിക്ഷ ഇറങ്ങി ജെക്കെ അർച്ചനയോടുകൂടി വരാനായി പറയുന്നുണ്ട്. എന്നാൽ അർച്ചന പറയുന്നുണ്ട്, ജെക്കയ്ക്ക് ഇഷ്ടമുള്ള എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും വാങ്ങിച്ചോളൂ, അതിലെ എൻ്റെ അഭിപ്രായം നോക്കണ്ട, അതാണ് നല്ലത്. ചിന്നുവിന് പെയിന്റിങ്സോ പോർട്രേറ്റ്സോ ഫോട്ടോ ഫ്രെയിംസോ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം, അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോളൂ എന്നൊക്കെ ചിന്നുവിന്റെ ഇഷ്ടങ്ങൾ അർച്ചന അങ്ങനെ ജെക്കയോട് പറയുകയാണ്. അവര് രണ്ടുപേരും അങ്ങനെ ഷോപ്പിന്റെ മുന്നിൽ സംസാരിച്ചു നിൽക്കുന്നത് മഞ്ജു കാണുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ മധുബാലയെ അറിയിക്കണമെന്ന് മഞ്ജുവും തീരുമാനിക്കുകയാണ്. അങ്ങനെ മഞ്ജുവും ചന്ദ്രയും മധുബാലയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഇതുകൂടി അറിഞ്ഞതിനു ശേഷം ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പരസ്പരം ഇവർ ഇത്ര അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അർച്ചന എത്രയും പെട്ടെന്ന് തന്നെ ജെക്കയുടെ തോളത്തേക്ക് ചായാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് മധുബാലയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കരുതെന്ന് മധുബാല അപ്പൊ തന്നെ ചന്ദ്രയ്ക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിന്നു അങ്ങനെ ജെക്കയുടെ വീട്ടിലേക്ക് വരികയാണ്. അവര് രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നുവിനാണെങ്കിൽ തന്റെ അമ്മയുടെ കാര്യം ആലോചിച്ച് ഇപ്പൊ വളരെ സങ്കടമുണ്ട്. അമ്മ കൂടപ്പിറപ്പുകളെ എല്ലാം മക്കളെ പോലെ കണ്ട് അവർക്കെല്ലാം ദാമ്പത്യ ജീവിതം ഉണ്ടാക്കി കൊടുത്തു, പക്ഷേ അമ്മയ്ക്ക് മാത്രം ഒരു ജീവിതമില്ലാതെയായി പോയല്ലോ. ഇത്രയും വർഷമായിട്ടും അമ്മ എന്താണ് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാതിരുന്നത് എന്നാണ് ചിന്നുവിന്റെ ഇപ്പോഴത്തെ ചോദ്യം. എങ്ങനെയെങ്കിലും അർച്ചനയ്ക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ചിന്നുവിന് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്നുവിന് അർച്ചനയെയും ജെക്കയെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന ആഗ്രഹം തോന്നി തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ജെക്കയുടെ മനസ്സറിയാനായി ചിന്നു അങ്ങനെ ജെക്കയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ജെക്ക അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്നു ആ ഞെട്ടിക്കുന്ന ചോദ്യം ചോദിക്കുകയാണ്, ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞ് മറ്റൊരു വിവാഹത്തെ പറ്റി അങ്കിൾ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേൾക്കുന്നതും ജെക്ക് അങ്ങനെ ഷോക്ക് ആവുന്നുണ്ട്. അർച്ചനയും ജെക്കയും ഒന്നാവുന്ന തരത്തിൽ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.